മഴ കൂടുകയാണല്ലോ, എന്ത് ചെയ്യും? മാറുമായിരിക്കും. ഹലോ ഗായ്സ്, അപ്പോ ഇന്ന് നമ്മുടെ വീട്ടിലൊരു ഫംഗ്ഷൻ നടക്കാൻ പോവാണ്. മാമനും മേമയും ഒക്കെ വന്നിട്ടുണ്ട്. എന്താ ഫംഗ്ഷൻ എന്ന് ഞാൻ പിന്നെ പറയാട്ടോ. ദേ കണ്ടോ, അച്ഛനും മാമനോട് ഇരിപ്പുണ്ട്. വാ ഗൈസ്, നമുക്ക് അവരോട് ചോദിക്കാം. മാമു, എന്താണ് ഇവിടെ പരിപാടി? നമ്മുടെ മാളുവിന്റെ പെണ്ണാണല്ലേ? യെസ് ഗൈസ്, ഇന്ന് നമ്മുടെ മാളി ചേച്ചിയുടെ പെണ്ണ് കാണലാണ്. അച്ഛൻ എന്തെങ്കിലും പറയാനുണ്ടോ? ഞാനെന്ത് പറയാനാ മോളെ? അപ്പൊ ഇനി ഇവരിവിടെ ഒരു നുണ പറയട്ടെ ഗൈസ്, നമുക്ക് പോയിട്ട് വരാം. പിന്നെ ഇതൊക്കെ ഞാൻ വരച്ച പടങ്ങളാണ്, ഓരോരോ കഴിവുകളെ. ദേ അമ്മ പോണുണ്ട് ഗൈസ്, ഭയങ്കര തിരക്കിലാണ് ഗൈസ്. നമ്മുടെ മാളി ചേച്ചിയും കൂട്ടുകാരും മേളിൽ റെഡി ആവുന്നുണ്ട്. അവരവിടെ റെഡി ആവട്ടെ, അപ്പോഴത്തേക്ക് നമുക്ക് കിച്ചൺ വരെ ഒന്ന് പോയിട്ട് വരാം. അവിടെ എന്താ ഒരുക്കങ്ങളെന്ന് നോക്കാലോ. വെള്ളം കലക്കുന്ന മേമ. മേമേ, എന്തുവാടി? എല്ലാം സെറ്റല്ലേ? ഇനി ചെക്കനൂടെ വന്നാ മാത്രം മതി. വരട്ടെ. മേമേ, പറയ്, നമ്മുടെ മാളി ചേച്ചിക്ക് എത്ര പവൻ കൊടുക്കാനാ ഉദ്ദേശിക്കണേ? ഇതും ചോദിച്ചോണ്ട് അവളോട് ചെന്നാ മതി, നമ്മളെ പറപ്പിക്കും മോളെ. എന്തായാലും അവക്ക് വേണമെങ്കിൽ വേണ്ട, പക്ഷേ എനിക്കുള്ളത് മേടിച്ചിട്ടേ ഞാൻ പോവും. നീ മേടിച്ചിട്ടേ പോവൂ. ഈ അമ്മ ജസ്റ്റ് അമ്മ തിങ്സ് ഗൈസ്, വിട്ടുകളാ. ഹായ് ഗൈസ്, ദേ ലെഡു. ഈ പെണ്ണ്. നീ ജ്യൂസ് കലക്കിയല്ലേ? ആ ചേച്ചി കലക്കിയല്ലേ. നീ അതെടുത്ത് ഫ്രിഡ്ജിലോട്ട് വെച്ചോ. ഒരു മഴവില്ലായി നീ ഇന്നെന്നാത്മാവിൽ തെളിഞ്ഞൊരുങ്ങുന്നു. ആഹാ, കൊള്ളാലോ. കാണാനൊക്കെ അടിപൊളിയായിട്ടുണ്ട്. ചെറുക്കനും ഇഷ്ടപ്പെടുമായിരിക്കും. പക്ഷേ നിന്റെ ഈ ഡിമാൻഡ്സ് ഉണ്ടല്ലോ, അതിലാണ് ഇച്ചിരി പ്രശ്നം. എന്ത് ഡിമാൻഡ്? അല്ല, ജീവിതത്തോടുള്ള നിന്റെ കാഴ്ചപ്പാട് ഇച്ചിരി വലുതാണല്ലോ, അതുകൊണ്ട് പറഞ്ഞതാ. ഗൈസ് നോക്കൂ, ഇതാണ് നമ്മുടെ ചേച്ചി പെണ്ണ്. പൊട്ടിട്ടോണ്ടിരിക്കുക. പൊട്ടിടുന്നതിന്റെ മറ്റവനടി. അതെ ഗൈസ്, അവൾ അവളുടെ മറ്റവനെ കാത്തിരിക്കുകയാണ്. എടുത്തോളാം. ചെക്കനെവിടെ? ഇടി അവരൊക്കെ വന്നിരുന്നു. നീ ആ പലവരുടെ അടുത്ത് അങ്ങോട്ട് വെച്ചേ. ഇവർക്ക് വരാൻ കേട്ട നേരം ഈ ഐസ് വെച്ചില്ലേ? തിന്നും തീർന്നില്ല. ഡേ, അവര് വന്നു കേട്ടോ. നീ നാളത്തോടെ ജനലൂടെ നോക്കുന്നില്ലേ? എന്തിന്? നേരിട്ട് കാണാനല്ലേ? അല്ല, അതൊക്കെയല്ലേ ഈ സീന്റെ ഒരു വൈബ്. ലോളി. എന്റെ വൈബിന് പറ്റിയ പിള്ളേരൊന്നും ഇല്ലടേ. വീട്ടിലൊരു പുരാവസ്തു ഇരിപ്പില്ലേ, അത് പോരെ. മോനെടുക്കടാ. അവിടെ അങ്ങോട്ട് അങ്ങോട്ട്. കല്യാണം മുടങ്ങും. മോഹന, ഇവരെ ഞാൻ പ്രത്യേകമായിട്ട് പരിചയപ്പെടുത്തേണ്ട കാര്യമില്ലല്ലോ. അറിയാലോ. അതെ അതെ. എടാ, നിനക്ക് ഓർമ്മയില്ലടാ നമ്മുടെ സ്കൂൾ ജീവിതമൊക്കെ? പിന്നെ പണ്ടത്തെ ആ പാഞ്ചാലിമടി ക്ലബ്ബുമായി പ്രവർത്തിച്ച കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടില്ലേ? ഓ, അതൊക്കെ എത്ര തവണ പറഞ്ഞിരിക്കുന്നു. ഓ, ഓർമ്മയുണ്ട്. ഏത് വാഞ്ചാലി മൂട്? അതൊക്കെ ഉണ്ട്. ഷോ മോളെ, ഇതൊക്കെ വെബ്സൈറ്റിൽ വരുമല്ലേ? ഇല്ല, യൂട്യൂബില്. സബ്സ്ക്രൈബർ കാര്യമില്ല. ഇവളുടെ ഒരു കാര്യം. ആരാ? മോളാ? അതെ, ഇളയവളാ. ഇതല്ല, അതാ പടത്തലി. അവള് തന്നെ. എന്തൊക്കെ അറിയാം. ഇതാരാ മനസ്സിലായില്ല? ഞാൻ ഡ്രൈവറാ. ഏയ്, എൻ്റെ ഫ്രണ്ടാ അജു.
ശരിയാക്കി തരാം. ഓ ശരി. ഇയാൾ അറിയില്ലായിരിക്കും, ഇതെന്റെ കുഞ്ഞളിയനാ. ആള് കുറെ നാള് പുറത്തായിരുന്നേ. ദുബായ് ദുബായ്. ആ, ഇത് ഇവന്റെ ഭാര്യ ലക്ഷ്മി. ഷുഗർ അല്ലേ? മുത്തശ്ശന് ഒരു ലഡുവോ കഴിക്കാം. പിന്നെ വേണ്ട, ഷുഗറാ. ഒന്നൊക്കെ കഴിക്കാം. കൊച്ചുമോന്റെ ഒരു കരുതല്. എന്നാ മോൻ ഒരെണ്ണം എടുത്ത് കഴിക്ക്. കഴിക്ക്. വേണ്ട വേണ്ട, ഷുഗർ കേട്ടാ. അളിയോ ഷുഗർ. കറക്റ്റ് അല്ലേ? ആ, ഷുഗറിന്റെ കാര്യം പറഞ്ഞപ്പോഴാ ഒരു കാര്യം ഓർത്ത്. എൻ്റെ അച്ഛന് കരിമ്പ് കൃഷിയായിരുന്നു. അതെ അതെ. അതെയോ? ഓ ഷുഗർ ആയിരുന്നല്ലേ അപ്പോ ഷുഗർ വന്നിട്ടാണ് അദ്ദേഹം മരിച്ചത്. അതെ, പാരമ്പര്യമായിട്ട് ഞങ്ങൾക്ക് ഷുഗറാ. അതുകൊണ്ട് അച്ഛൻ്റെ ഓർമ്മ നിലനിർത്താനാ ഇവൻ അച്ഛൻ്റെ പേരിട്ട് ഗോവിന്ദൻ. അച്ഛാ, ഓ വെയിറ്റ്. പഞ്ചാര കുറെ ആയില്ലേ, പെണ്ണിനെ കാണണ്ടേ? മുത്തച്ഛനോടല്ല അടങ്ങിയിട്ട് അവിടെ. ഗീതു, അവളെ മോളെ तव मे ममः मनोहृदय तव रूपम् अहं तस्या स्मितेषु मधुर्यभव अस्यालया शुभलक्षणा അവളുടെ താളമറിയണ മനമിതിരെ മിഴികളിലായി പൊഴിയണ ചിരിയരികെ തഥാസ്മരികം യഥാ പവിത്രഭ പരം തഥാ ഹൃദാനുഭവ തഥാസ്മരികം യഥാ പവിത്രഭ പരം തഥാ ഹൃദാനുഭവ അവളുടെ താളമറിയണ മനമിവിടെ ഗോവിന്ദ, പെണ്ണിന് മുടന്തില്ല. മോക്ക് ഞങ്ങളെയൊക്കെ അറിയാമോ? കണ്ടിട്ടുണ്ട്. ആണല്ലേ. ഗോവിന്ദ, പെണ്ണ് അന്തയും ബെതിരയും മൂകയുമല്ല. കൊള്ളാം കൊള്ളാം. എന്നാ പിന്നെ പിള്ളേര് തമ്മിൽ സംസാരിക്കട്ടെ, അതല്ലേ അതിന്റെ രീതി. മാളു പോയി സംസാരിക്ക്. മോളെ ചെല്ല്. പോട്ടെ. ഗോവിന്ദ, നിനക്ക് വേണ്ടതെല്ലാം ഉണ്ടോന്ന് നോക്കിക്കൊണ്ട് ഗുണങ്ങൾ. കുറച്ച് ഡീസന്റ് ആവും. ഞാൻ ഡീസന്റാ, നീ ഡീസന്റ് ആവാൻ നോക്ക്. എന്താ മുത്തച്ഛ ഒരു സ്വകാര്യം പറച്ചില്? എന്തോന്ന് സ്വകാര്യം, ഞങ്ങൾ അങ്ങനെ ഓരോ ലോക കാര്യങ്ങൾ പറഞ്ഞോണ്ടിരിക്കുന്നു, ഇല്ലയോ? അവര് നല്ല ഫ്രണ്ട്സാ. നല്ല ചാറ്റൽ മഴ. വർഷ എന്താ ഈ അറേഞ്ച് മാരേജ് ചൂസ് ചെയ്തേ? എനിക്ക് വലിയ താല്പര്യം ഉണ്ടായിട്ടൊന്നുമല്ല. 1-2 ലവ് ഒക്കെ ഉണ്ടായിരുന്നു, ഒന്നും വർക്കൗട്ട് ആയില്ല. ഓ, പിന്നെ അച്ഛൻ പറഞ്ഞപ്പോൾ ഞാൻ കരുതി ഏതെങ്കിലും ഒരു കൊന്തം വന്ന് കണ്ടിട്ട് നോക്കോട്ടെ. ആ വൈബ് കൂടെ അറിയാലോ. കോന്തനല്ല, ഗോവിന്ദ്. അയ്യോ, ഞാൻ അങ്ങനെ പറഞ്ഞല്ല. ബോറായോ? ഇറ്റ്സ് ഓക്കെ. നോർവേ. വർഷ വർഷയൊരു വർഷക്കാലത്ത് ഞാൻ ആദ്യമായിട്ട് കാണുന്നത്. കണ്ടപ്പോ തന്നെ എന്തോ ഒരു ഇഷ്ടം തോന്നി.
പിന്നെ ഞാനത് മുത്തച്ഛനോട് പറഞ്ഞു. ആ അതിപ്പോ ഇവിടെ എത്തി നിൽക്കുന്നു. ഇയാളെപ്പന്നെ നേരത്തെ കണ്ടിട്ടുണ്ടല്ലേ? ആ ഇടയ്ക്കൊക്കെ. വർഷക്ക് എന്തെങ്കിലും ചോദിച്ചറിയാനുണ്ടോ? ഐ മീൻ ചോദ്യങ്ങൾ എന്തെങ്കിലും? ചോദിക്കാനൊക്കെ ഉണ്ട്, പക്ഷെ ഒറ്റടിക്ക് ചോദിച്ചാൽ ശരിയാവില്ല. മനസ്സിലായില്ല. അല്ല ഗോവിന്ദ്, ഇപ്പൊ തന്നെ എല്ലാം എങ്ങനെയാ ചോദിക്കുന്നത്? സമയമുണ്ടല്ലോ. ദാറ്റ്സ് കറക്റ്റ്. വർഷയ്ക്ക് ഈ പ്രപ്പോസിനോട് താല്പര്യമുണ്ടോ? ഐ മീൻ എനിക്ക് ഇൻട്രസ്റ്റ് ഉണ്ട്. താല്പര്യം ഇല്ലായ്മയൊന്നുമില്ല, പക്ഷേ എല്ലൊക്കെ ഒന്ന് വർക്കൗട്ട് ആവണമല്ലോ. നമുക്ക് നോക്കാം. കൊതുകാണോ? ആ. മോസ്കിറ്റോ. അച്ചപ്പം തണുത്തു പോയി. അതൊക്കെ എടുത്ത് കഴിക്ക്. മതിയെന്നേ. എടാ മോളോട് സംസാരിച്ചോ? മോഹന, കാര്യം നമ്മള് കുറച്ച് പഴയ ആൾക്കാരാണെങ്കിലും പുരോഗമന ചിന്താഗതി ഉള്ളവരാട്ടോ. തൻ്റെ മോളെ എങ്ങനെയാണ് ഇവിടെ ജീവിക്കുന്നത് അതുപോലെ തന്നെയായിരിക്കും നമ്മുടെ വീട്ടിലും. അതേക്കുറിച്ച് ഒരു ആശങ്കയും വേണ്ട. അവർക്ക് അവരുടേതായിട്ടുള്ള ഇഷ്ടങ്ങളും ഫ്രീഡങ്ങളും ഒക്കെ ഇല്ലടാ. അതിനിവിടെ ആരും എതിരില്ല കേട്ടോ. അതൊക്കെ തന്നെ ഇവിടെയും പുരോഗമന ചിന്താതി ഉൾക്കൊണ്ട് ജീവിക്കുന്നവരാ ഞങ്ങളും. എൻ്റെ 2 മക്കളും അവരുടെ ഇഷ്ടത്തിനാണ് ജീവിക്കുന്നത്. ഞങ്ങൾ അവരുടെ കാര്യത്തിൽ ഇടപെടാറില്ല. അതല്ലടാ നല്ലത്. അതെ, അല്ലെങ്കിലും അവരുടെ ജീവിത സാഹചര്യങ്ങളും കാഴ്ചപ്പാടുകളൊക്കെ മാറിയില്ലേ. നമ്മളും അതിനോടൊപ്പം പോകുന്നതല്ലേ ശരി. ശരിയാടാ മോന. അതൊക്കെ ശരി തന്നെ. ആചാരങ്ങൾക്കൊന്നും നമ്മളെതിരല്ല കേട്ടോ. നാട്ടുനടപ്പനുസരിച്ച് മക്കളുടെ ജാതകങ്ങളും കൂടെ നോക്കട്ടെ, അതല്ലേ അതിന്റെ ശരി അല്ലേ? ആചാരങ്ങളൊക്കെ അതിൻ്റെ വഴി കിടക്കട്ടെ. ഇനി നമ്മളായിട്ട് ജാതകം നോക്കിയില്ലെന്ന് വേണ്ട. അത് തന്നെ. എല്ലാവരോടുമായിട്ട് എനിക്കൊരു കാര്യം പറയാനുണ്ട്. അതിനെന്താ മോളെ, പറയേ. 2 വീട്ടുകാരും പുരോഗമന ചിന്താഗതിക്കാരായതുകൊണ്ട് ഞാൻ പറയുന്നതിന് അതിൻ്റെ സെൻസിലെടുക്കുമെന്നാണ് വിചാരിക്കുന്നത്. ജാതകം എന്തോ നോക്കുന്ന കാര്യം പറയുന്നുണ്ടായിരുന്നല്ലോ. സ്വന്തം വീട്ടിലെ കാര്യം ഏതോ ഒരാൾ അക്ഷരമാല തികച്ചില്ലാത്തൊരു പലക നിരത്തി ഹരിച്ചും ഗുണിച്ചും ഗണിച്ചും പറയുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. അതിലോട്ട് സത്യമുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നുമില്ല. നിങ്ങൾക്കതിൽ വിശ്വാസം ഉണ്ടെങ്കിൽ ഞാനതിനെതിരല്ല കേട്ടോ. പിന്നെന്താ കുഴപ്പം മോളെ? അത് അല്ലെങ്കിൽ എൻ്റെ പാർട്ട്ണർ ആവാൻ പോകുന്ന ആള് മെഡിക്കലി ഫിറ്റാണോ എന്ന് എനിക്കൊന്ന് അറിയണം. മെഡിക്കലി ഫിറ്റോ? മോൾ എന്താ ഉദ്ദേശിക്കണേ? മനസ്സിലായില്ല. എൻ്റെ പാർട്ട്ണർ ആവാൻ പോകുന്ന ആൾക്ക് HIV, STD ഇങ്ങനെയുള്ള രോഗങ്ങളൊന്നും ഇല്ല എന്നുള്ളതിൻ്റെ മെഡിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് എനിക്ക് കാണണം. അതെനിക്ക് നിർബന്ധം. പിന്നെ ഈ ജാതകം പോലുള്ള കാര്യങ്ങളെക്കാളും ഞാൻ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ഇതിനൊക്കെയാണ്. അതുകൊണ്ട് ഗോവിന്ദിൻ്റെ മെഡിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് എനിക്ക് നിർബന്ധമായും കാണണം. മോഹന, എന്തൊക്കെയാടാ തൻ്റെ മോള് വിളിച്ച് പറയുന്നത്? തറവാട്ടുകാരായ ഞങ്ങളെ വീട്ടിൽ വിളിച്ച് അപമാനിക്കാണോ? ഞങ്ങൾ കുടുംബത്തിൽ പറഞ്ഞവരാ. തൻ്റെ നിന്ന് ഞാനതൊന്നും പ്രതീക്ഷിച്ചില്ല. മാതിരി തെമ്മാടിത്തരം പറയുന്നോ? എന്തൊക്കെ ആയിരുന്നു നിനക്ക്? അവനും അവന്റെ ഒരു മഴയും വാടി, വാടാ, എഴുന്നേക്ക്. നീ എന്ത് ചെല്ലോട്ടെ. ബന്ധം കൂടാൻ കൊണ്ട് ബെസ്റ്റ് ഫാമിലി. ഞാനെന്ത് പറയാനടി? ഇരിക്കല്ലേ വാർത്തയാള് പോയി പറയട്ടെ. എന്റെ കഫീൽ പോലും അങ്ങനെ പറഞ്ഞിട്ടില്ല, അറിയോ?
അതൊക്കെ കേട്ടിട്ട് അച്ഛൻ എന്തോ ഒന്നും മിണ്ടാതിരുന്നേ? പിന്നെ ഞാൻ എന്തോ പറയണം, പാരമ്പര്യമായിട്ട് നമ്മൾ എടുക്കാൻ മാത്രമേ പൊടുത്തിറക്കുള്ളതാ. അവക്കടെ ഒരു STD IST ലോക്കൽ. അസഭ്യം പറയല്ലേ. കല്യാണം കഴിഞ്ഞിട്ട് എത്ര നാളായി? പിള്ളേർ വല്ലതും ഉണ്ടാ? എന്ത് പെണ്ണാടാ അത്? എന്ത് വൃത്തികെട്ട സംസാരമാണ്. വല്ല ആരോഗ്യ ഇൻഷുറൻസ് ആയിരുന്നെങ്കിൽ പിന്നെ ഓക്കെ ആയിരുന്നു. എന്നാലും എൻ്റെ മോനോട് അവളത് മുഖത്തൊക്കെ ചോദിച്ചല്ലോടാ. അമ്മ ആ, ഇവനായതുകൊണ്ട് ചോദിച്ചത് തെറ്റില്ല. ദേ, നിങ്ങൾ കരിമ്പിൻകാട്ടി കയറി കഥ കൊണ്ട് പറയിപ്പിക്കരുത്. മുത്തശ്ശൻ പോലും മുത്തശ്ശൻ. ഇവൻ ഇത് പറഞ്ഞു ഉണങ്ങിയ ഗന്ധർവ. പോകണ്ടേ? എന്താ വീട്ടിൽ പെണ്ണാളെ ക്ഷീണം തീർന്നില്ലേ? ഓർമ്മിപ്പിക്കലടാ, മുത്തശ്ശൻ ഏത് നേരം അത് പറഞ്ഞ ട്രോളാ. എന്നാലും അവൾക്ക് എങ്ങനെ ഇത്രയും ധൈര്യം വന്ന് ഇത്രയും പേരെ മുമ്പിൽ വെച്ച് ചോദിക്കാൻ? എൻ്റെ തൊലി ഉരിഞ്ഞു പോയി. ആ, നല്ല ഇഷ്ടമുള്ള പെണ്ണായിരുന്നു. കുറേ ചോദിക്കാണ്ടെന്ന് പറഞ്ഞപ്പോൾ ഇത്രയും ഞാൻ പ്രതീക്ഷിച്ചില്ല. എന്താടാ? എടാ അവൾ എന്ത് ചോദിച്ചാൽ നീ പറയുന്നത്? അവൾ ചോദിച്ച കാട്ടല്ലേ? എടാ നമ്മൾ ഇതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? എടാ നമ്മൾ എന്തോരം കല്യാണത്തിന് പോയിരിക്കുന്നു, അവിടെ പോയി കഴിച്ചിട്ടില്ലേ? അവിടെ ആരെങ്കിലും ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നതായിട്ട് നിനക്ക് വന്നിട്ടുണ്ടോ? എനിക്ക് വന്നിട്ടില്ല. ഞാൻ ദുബായി പോകുമ്പോൾ ഈ ടെസ്റ്റ് എല്ലാം ചെയ്തിട്ടുണ്ട്. അതേപോലെ ഒത്തൊരു സർജറിക്ക് പോകുമ്പോൾ ബ്ലഡ് ഡൊണേറ്റ് ചെയ്യുമ്പോൾ അതിനെല്ലാം ഈ ടെസ്റ്റ് കമ്പൽസറി ആയിട്ട് ചെയ്യേണ്ടതാണ്. എടാ യഥാർത്ഥത്തിൽ കല്യാണത്തിനാണ് ഈ ടെസ്റ്റ് കമ്പൽസറി ആക്കേണ്ടത്. എടാ ഒരിക്കലും പരിചയമില്ലാത്ത രണ്ടുപേർ അവർ തമ്മിൽ കല്യാണം കഴിക്കാൻ പോകുന്നു, അവരല്ലേ ഈ ടെസ്റ്റ് കറക്റ്റായിട്ട് ചെയ്യേണ്ടത് അല്ലേ? നീ ഒന്ന് ആലോചിച്ച് നോക്ക്. ആ എടാ ഇതുവഴി അവരുടെ കുഞ്ഞ് ജനിക്കും. ആ കുഞ്ഞിന് സേഫ്റ്റി അല്ലേ? അടുത്തൊരു ജനറേഷൻ, ഒരു സമൂഹത്തിനാണ് ഇത് സേഫ്റ്റി ആവുന്നത്. മനസ്സിലായോ? എടാ ഇപ്പോൾ വീട്ടിലുണ്ടായ പ്രശ്നം അവിടെ നിൽക്കട്ടെ. നീ അവൾ പറഞ്ഞ കണക്ക് ആ ടെസ്റ്റുകളൊക്കെ ചെയ്ത് അയച്ചു കൊടുക്കും. ബാക്കിയൊക്കെ തെറ്റാവും. നിനക്ക് വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ അല്ലേ? നീ പറഞ്ഞ കറക്റ്റാണ്. എനിക്ക് ഇപ്പഴാണ് മനസ്സിലായ. ഇതൊന്നും ഞാൻ ആലോചിച്ചിട്ടേ ഇല്ല. പക്ഷെ വീട്ടുകാരിന് എന്തോരം കൺവിൻസ് ചെയ്യും. ആ കള്ളക്കളവനല്ലേ? ആ കിളവ് മാത്രമല്ല, അച്ഛനും അമ്മയും ഒക്കെ ഉണ്ട്. പോവാല്ലേ? എന്തൊരവസ്ഥ. ഇനി കാറ്ററിംഗാരോട് ഞാൻ എന്ത് പറയും? അതും പറഞ്ഞാ ചേർന്ന് കഥയിലെ രാജകുമാരനും ഗോപകുമാരിയും ഒന്നാവാൻ. തല കണ്ടറിഞ്ഞില്ല അവളുടെ അപ്പന. അങ്ങളെ മോനെ കയറിയിരിക്കേ. പക്ഷിയില്ല അങ്ങളെ. അവള് പറഞ്ഞു നീ മനസ്സിൽ വെച്ചേക്കല്ലേ? ഏയ് അങ്ങനൊന്നുമില്ല അങ്ങളെ. വർഷ പറഞ്ഞാലും കാര്യമില്ലേ, എല്ലാവരും പോലെ എനിക്കും അത് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല. പിന്നെ കുറെ ആലോചിച്ചപ്പോൾ അയാൾ പറഞ്ഞത് ശരിയാണെന്ന് എനിക്കും തോന്നി. അങ്ങളെ ഇതൊന്ന് വർഷയ്ക്ക് കൊടുക്കണേ. മോനതങ്ങ് നേരിട്ട് കൊടുത്തേക്ക്. ആ, ഇയാളിതിവിടെ ഉണ്ടായിരുന്നോ? എന്നാ നേരിട്ട് പിടിച്ചോ. ഇതല്ലത് എനിക്ക് വേണ്ടേ. കിട്ടിയോ? നെഗറ്റീവ് ആണല്ലോ. ഇത്ര ഉള്ളു കാര്യം അല്ലേ അച്ഛാ? എടോ, എത്രയൊക്കെ പ്രോഗ്രസീവാന്ന് പറഞ്ഞാലും ചില കാര്യങ്ങൾ സംഭവിക്കാനും മനസ്സിലാക്കാനും കുറച്ച് സമയം വേണമെന്നല്ലേ? താനാ സെൻസ് എടുത്താൽ മതിയിടോ. അപ്പോൾ ഒരു വരവോടെ പ്രതീക്ഷിച്ചോ. കേട്ടോ അങ്ങളെ? ശരി എന്നാ. ശരി. തനിക്ക് എൻ്റെ റിസൾട്ട് വേണ്ടേ? ഇത്രയും പേരുടെ മുമ്പിൽ വെച്ച് ഈ ചോദ്യം ചോദിച്ചാൽ എൻ്റെ കയ്യിൽ ആ റിപ്പോർട്ട് ഉണ്ടാവും നോക്കിക്കാലോ. അതിപ്പോൾ നെഗറ്റീവ് ആവണം നിർബന്ധമൊന്നുമില്ലല്ലോ. ഓ,
അച്ഛൻ്റെ കയ്യിൽ എൻ്റെ നമ്പറുണ്ട്, അതിലേക്ക് മെസ്സേജ് അയച്ചാൽ മതി. ഗോവിന്ദ് ഒരു മിനിറ്റ്, ഞാനൊന്ന് സംസാരിച്ചിട്ട് വരാം. മഴ ഇഷ്ടമുള്ള കൂട്ടത്തിലാണോ? മഴ ആർക്കാ ഇഷ്ടമല്ലാത്ത? ഈ വീടിന്റെ എല്ലാ ഭാഗത്തും നല്ല ആംബിയൻസ് ആണല്ലേ. ഇഷ്ടായോ? കൊള്ളാം. തനിക്ക് ടെൻഷൻ ഉണ്ടോ? ഏയ്, ഞാൻ തന്നെ ഇവിടെ എക്സ്പെക്റ്റേ ചെയ്തില്ല. അച്ഛൻ്റെ കയ്യിൽ ഇത് കൊടുത്തിട്ട് പോകാന്ന് വിചാരിച്ചു വന്നാ. തന്നെ ഞാനും തൊട്ടും എക്സ്പെക്ട് ചെയ്തില്ല. അന്നത്തെ മട്ടുംപാവൊക്കെ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ആ വഴി അങ്ങ് ഓടിക്കാണോ. അന്ന് താൻ അങ്ങനെ പറഞ്ഞപ്പോൾ ഞാനങ്ങ് വല്ലാണ്ടായി. പിന്നെ ഞാൻ അർജുനോട് പറയായിരുന്നേ, താൻ എന്ത് സാമർത്ഥ്യക്കാരിയാണ്. സാമർത്ഥ്യക്കാരിയോ? ഞാനോ? ഒന്ന് പോടോ. അന്നങ്ങനെ തോന്നി, പക്ഷെ ഇപ്പൊ സെറ്റാട്ടോ. എന്തായാലും തനിക്കും തൻ്റെ കൂട്ടുകാരനും ഞാൻ പറഞ്ഞ കാര്യം പിടിയിട്ടില്ല, അത് മതി. അത് പറഞ്ഞപ്പോഴാ, തനിക്കത് അന്ന് എന്നോട് മാത്രമായിട്ട് പേഴ്സണലി പറയായിരുന്നില്ലേ? ഏയ്, ഞാനത് മനഃപൂർവ്വം എല്ലാവരുടെയും മുന്നേ വെച്ച് പറഞ്ഞതാ. അതിങ്ങനെ ഒളിച്ചും പാത്തും പറയേണ്ട കാര്യമൊന്നുമല്ലല്ലോ. അല്ലെങ്കിൽ തന്നെ ഇതുപോലത്തെ വേദികളിലും കുടുംബസദസ്സിലൊക്കെ തന്നെ ഇത് അവതരിപ്പിക്കണ്ടേ. അങ്ങനെയെങ്കിലും എല്ലാവരും ഒന്ന് മാറി ചിന്തിക്കട്ടോ. അല്ലാതെ ആരെയും ഹേർട്ട് ചെയ്യാൻ വേണ്ടി പറഞ്ഞല്ല. എന്തായാലും താനാള് കൊള്ളാം. ഇതും കൂടി കേട്ടപ്പോൾ ഇഷ്ടം കുറച്ച് കൂടിയെങ്കിലേ ഉള്ളൂ. എന്ന് ഞാനൊരു കാര്യം കൂടി പറയട്ടെ. എൻ്റെ ഒരു ചെറിയ ആഗ്രഹമാണ്. ഇനിയും ഉണ്ടോ? പറ. അങ്ങനെയല്ല, എൻ്റെ ഒരു ആഗ്രഹം. എനിക്ക് താലി കെട്ടുന്നതിനോടൊന്നും വലിയ യോജിപ്പില്ല. താൻ എന്തോടെ പറയുന്നേ? താലിയിട്ടില്ലാതെ എന്ത് കല്യാണം? ഗോവിന്ദ്, ഞാൻ പറയുന്നത് എൻ്റെ മാത്രം ചിന്താഗതിയാണ്. മറ്റുള്ളവർക്ക് ഒരു പക്ഷേ ഇത് സംസ്കാരത്തിൻ്റെയും ആചാരങ്ങളുടെയും ഭാഗമായിട്ട് തോന്നിയേക്കാം. പക്ഷേ എനിക്കതെന്തോ മൃഗങ്ങളെപ്പോലെ ഒരു സ്ഥലത്ത് കൊണ്ടുപോയി കെട്ടിയിടുന്നൊരു ഫീലിങ്ങാണ്. എൻ്റെ താലി നിൻ്റെ കഴുത്തിലുള്ളിടത്തോളം കാലം ഞാൻ പറയുന്നത് അനുസരിക്കണം, അതിനനുസരിച്ച് ജീവിക്കണം, അങ്ങനെയൊക്കെ പറഞ്ഞ് ഭയപ്പെടുത്താനുള്ള ഒരു ലൈസൻസ് ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. എടോ, പരസ്പരം ഇഷ്ടപ്പെട്ട് രണ്ട് കുടുംബങ്ങളുടെ അനുഭവത്തോടെ കൈപിടിച്ചു കൊടുക്കുന്നതും ഒരു തരത്തിൽ കല്യാണം തന്നെയല്ലേ? എന്നാ പിന്നെ വർഷക്ക് ലിവിൻ ടുഗദർ നോക്കായിരുന്നില്ലേ? അതല്ലേ കുറച്ചുകൂടി എളുപ്പം. അത് ലീഗൽ മാരേജ് അല്ലല്ലോ. എനിക്ക് ഈ പറഞ്ഞ ആചാരങ്ങളോടാണ് എതിർപ്പ്, അല്ലാണ്ട് കുടുംബജീവിതത്തോടല്ല. പക്ഷെ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. എടോ, എൻ്റെ വീട്ടുകാരും തന്നെ പറയുന്നത്, അവർക്കും എന്നെ മനസ്സിലാവുന്നില്ല. അപ്പം പിന്നെ ഇന്നലെ കണ്ട തൻ്റെ കാര്യം എനിക്ക് ഊഹിക്കാവുന്നേ ഉള്ളൂ. ഗോവിന്ദ്, ഡോണ്ട് ഫീൽ ബാഡ്, ദിസ് ഈസ് മീ. ഇതെൻ്റെ ലൈഫല്ലടോ, ഇങ്ങനെയൊക്കെയല്ലേ പറ്റൂ. ഗോവിന്ദ്, ഞാനിപ്പോൾ ഒരു കൺഫ്യൂസ് സ്റ്റേറ്റിലാണ്. എൻ്റെ ശരികൾക്കൊപ്പം നിൽക്കണോ, അതോ ആൾക്കാരുടെ ഈ സോ കോൾ സൊസൈറ്റി ഉണ്ടാക്കി വെച്ച നോംസിൻ്റെ കൂടെ പോകണോ? അറിയില്ല ഗോവിന്ദ്. ഗോവിന്ദിനോടുള്ളൊരു ഇഷ്ടക്കേടോ അങ്ങനെയൊന്നും അല്ല കേട്ടോ. അതിനുവേണ്ടി കണ്ടെത്തിയ ഒരു എക്സ്ക്യൂസായിട്ട് തോന്നാനും പാടില്ല. ഞാൻ ആദ്യം തന്നോട് പറഞ്ഞില്ലേ, എനിക്ക് ഒരുപാട് ചോദ്യങ്ങളുണ്ട്. എടോ, തനിക്കിത് ഹേർട്ടാവുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. എടോ, ഇതൊരിക്കലും എൻ്റെ ഡിമാൻഡല്ല, ഞാനൊരാഗ്രഹം പറഞ്ഞതാ. പക്ഷേ തന്നോടുള്ള ഇഷ്ടത്തിൻ്റെ പേരിൽ എനിക്ക് സമ്മതിക്കാൻ പറ്റുമായിരിക്കും, വീട്ടുകാരെ പറഞ്ഞ് കൺവിൻസ് ചെയ്യാനും പറ്റുമായിരിക്കും. പക്ഷേ എടോ, അതുകൊണ്ടൊന്നും ആവില്ലല്ലോ ഒന്നും. മുന്നോട്ടുള്ള ജീവിതത്തിൽ തനിക്ക് ഇതുപോലെ 1000 കൺഫ്യൂഷൻസും ക്വസ്റ്റ്യൻസും ഒക്കെ ഉണ്ടാവും.
ചിലപ്പോൾ എനിക്കതൊന്നും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. വർഷ, അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കാനല്ല, ഇമോഷണലി കണക്റ്റ് ആയി ജീവിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എടോ വർഷ, അന്ന് പറഞ്ഞ മെഡിക്കൽ ടെസ്റ്റിന്റെ കാര്യം അത് നെസസറി എനിക്ക് തോന്നിയിരുന്നു. അതുകൊണ്ടാണ് ഞാനത് ചെയ്തത്. ഇപ്പോഴും താൻ ഇതുവരെ പറഞ്ഞത് തെറ്റാണെന്ന് ഞാൻ ജഡ്ജ് ചെയ്യുന്നില്ല. ആചാരങ്ങളും സംസ്കാരങ്ങളും എല്ലാം എനിക്ക് മുറുകെ പിടിക്കണമെന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് നല്ല രീതിയിൽ അവസാനിപ്പിക്കുന്നല്ലേ നല്ലത്. ഗോവിന്ദന് അതാ ശരിയെന്ന് തോന്നുന്നെങ്കിൽ അങ്ങനെ തന്നെ ആവട്ടെ. എൻ്റെ കോൺസെപ്റ്റുകൾ മറ്റൊരാളുടെ ഇഷ്ടത്തിന് സാക്രിഫൈസ് ചെയ്യാൻ ഞാനും ആഗ്രഹിക്കുന്നില്ല. സ്വന്തമാക്കണമെന്ന് ആഗ്രഹിച്ച ഒരാള് കൈപ്പിടിയിൽ ഒതുങ്ങുന്നതിന് മുന്നേ നഷ്ടപ്പെടുക എന്നൊക്കെ പറയുന്നത് ഇത്തിരി പെയിൻഫുൾ ആണ്. താൻ പറഞ്ഞ പോലെ തൻ്റെ ശരികളാണ് തൻ്റെ ലൈഫ്. അതുപോലെ എൻ്റെ ശരികൾക്ക് മുമ്പിൽ ഇത് എനിക്ക് അത്ര പെയിൻഫുൾ ആയിട്ട് തോന്നുന്നില്ല. തൻ്റെ കോൺസെപ്റ്റുകൾക്കനുസരിച്ച് ഒരാള് തൻ്റെ ജീവിതത്തിലേക്ക് വരാതിരിക്കില്ല. Same to you.